ഒരു ഭാഗത്ത് മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അധികാരത്തിനും വിദ്വേഷ പ്രചരണങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാറിന്റെ കപടമുഖം അഴിഞ്ഞു വീഴുന്നത് അയോധ്യയിൽ നമ്മൾ കാണുകയാണ്. ഇവിടെ RSSകാർ കേരളത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുതരണം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. ഹിന്ദുക്കളുടെ സംരക്ഷകർ എന്ന വ്യാജേന അവർ വിശ്വാസികൾ രാമക്ഷേത്രത്തിനായി സംഭാവന ചെയ്ത സഹസ്ര കോടികൾ പോക്കറ്റിലാക്കി തിന്നു കൊഴുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഡി ഭക്തരായ മാധ്യമങ്ങൾ സംഭവം പരമാവധി മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഘപരിവാർ വിഭാഗത്തിൽ തന്നെ ക്ഷേത്രക്കൊള്ളയിൽ അതിശക്തിയായിട്ട് വിമർശനം നടത്തുന്ന വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വിഭാഗം അതിൻ്റെ അകത്ത് തന്നെ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അഴിമതി വലിയ സ്വർണ്ണ ഗതകളും ഏതാണ്ട് ശിലാന്യാസം മുതൽ ഇങ്ങോട്ട് രാമക്ഷേത്ര നിർമ്മിതി വരെയുള്ള ഘട്ടത്തിൽ RSSന്റെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞത് ഏതാണ്ട് 20,000 കോടി രൂപയുടെ കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ്. വേറെ പുറത്തു നിന്നുള്ള ആരെങ്കിലുമല്ല, ഇതിന്റെ അകത്ത് തന്നെയുള്ള ആളുകൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചതാണ്. 20,000-ഓളം കോടി രൂപ സ്വർണവും വെള്ളിയും മറ്റ് വിവിധ സാധനങ്ങളുമായിട്ട് പണവും. അവിടെ കിട്ടുന്ന പണമൊന്നും കൃത്യമായിട്ട് റെസീറ്റ് ചെയ്ത് സൂക്ഷിക്കാനോ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കി മാറ്റാനോ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സാധനങ്ങളുടെയും പണത്തിന്റെയും കണക്ക് മാത്രമല്ല, അതിലെത്രയോ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇങ്ങനെ വലിയ ഒരു കൊള്ളയാണ് വിശ്വാസത്തിന്റെ പേരിൽ ഈ കപട വിശ്വാസികൾ RSSന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ സാർവദേശീയ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോഴും പുറത്തു വന്നിരിക്കുകയാണ്. ക്ഷേത്രക്കൊള്ളയിലെ ഏറ്റവും വലിയ കൊള്ള അയോധ്യയിലാണ് നടന്നത് എന്ന് അവർ തന്നെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.